പട്ടാമ്പി പാതയിലെ ഗതാഗത നിയന്ത്രണം കുരുക്കിലായത് കണയം മണ്ണാറമ്പാറ പ്രദേശ നിവാസികൾ. പട്ടാമ്പി പാതയിൽ നിയന്ത്രണമുള്ളതിനാൽ വലിയ വാഹനങ്ങൾ വഴി തിരിച്ചുവിട്ടതോടെ കണയം മണ്ണാറമ്പാറ റോഡിൽ ചരക്കു ലോറികൾ കുടുങ്ങുന്നത് പതിവാകുന്നു. സൂചനാ ബോർഡ് പരിഗണിക്കാതെ ഇതുവഴിയുള്ള വലിയ ലോറികളുടെ കടന്നുപോക്ക് പല ഭാഗങ്ങളിലും റോഡ് തകർച്ചയിലേക്കും ചില ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തി തകരുകയും മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. പട്ടാമ്പി പാതയിലെ ഗതാഗത നിയന്ത്രണം കുരുക്കിലാകുന്നത് കണയം മണ്ണാറമ്പാറ പ്രദേശത്തെ ജനങ്ങളാണ്. പട്ടാമ്പി പാതയിൽ നിയന്ത്രണമുള്ളതിനാൽ വലിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടതോടെ കണയം മണ്ണാറമ്പാറ റോഡിൽ ചരക്ക് ലോറികൾ കുടുങ്ങുന്നത് പതിവാകുന്നു. 3 മണിക്കൂറാണ് ഈ പാതയിൽ ഗതാഗത കുരുക്ക് ഉണ്ടായത്. അതേസമയം രാത്രി സമയങ്ങളിൽ ആലിൻചൂട് ഭാഗത്ത് സൂചനാ ബോർഡ് വെക്കുമെങ്കിലും അത് വകവയ്ക്കാതെയാണ് വലിയ വാഹനങ്ങൾ ഈ പാതയിലൂടെ ചരക്കുമായി കടന്നുവരുന്നത്. ഇത് പാതയുടെ തകർച്ചയ്ക്കും കാരണമായിട്ടുണ്ട്. കൂടാതെ പാതയിലെ ചില ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീഴുകയും റോഡിൽ ഗർത്തം രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഷൊർണൂർ ചെർപ്പുളശ്ശേരി ബസ്സുകളുടെ സർവീസും രാവിലെ 9:30 വരെ സ്തംഭിച്ചു. ഇതോടെ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും ജനങ്ങളും ദുരിതത്തിലായി. ശനിയാഴ്ച പുലർച്ചെ 3:30യോടെയാണ് 4 ലോറികൾ ഈ പാതയിൽ കുടുങ്ങിയത്. 3 ലോറികളിൽ അടക്കയും 1 ലോറിയിൽ ഉപ്പുമായിരുന്നു. വലിയ കയറ്റം മൂലമാണ് വലിയ വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാതെ പാതയിൽ നിന്നത്. വിവരമറിഞ്ഞെത്തിയ വാർഡ് കൗൺസിലർ സിനി മനോജ്, നാട്ടുകാർ എന്നിവർ സ്ഥലത്തെത്തി തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തിയ ശേഷം കൗൺസിലറുടെയും നാട്ടുകാരുടെയും ആവശ്യപ്രകാരം പട്ടാമ്പി പാതയിലെ ഗതാഗത നിയന്ത്രണം അവസാനിപ്പിക്കുന്നതുവരെ ആലിൻചൂട് ഭാഗത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വലിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതിനായി നിയോഗിച്ചിട്ടുണ്ട്. രാവിലെ 9 മണിയോടെ കുളപ്പുള്ളിയിൽ നിന്നും ക്രെയിൻ എത്തിച്ചാണ് 4 ലോറികളും പാതയിൽ നിന്നും 10 മണിയോടെ നീക്കം ചെയ്തത്. ഇതോടെ പാതയിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചു. എന്നാൽ ഇന്ധനവില വർധനവും ലോറിയുടെ അറ്റകുറ്റപ്പണികൾക്കും പുറമെ ഒരു ക്രെയിൻ എത്തി വാഹനത്തിൽ കെട്ടി പാതയിൽ നിന്നും മാറ്റുന്നതിന് വലിയ ചെലവേറിയ കാര്യമാണെന്നും ഇത് ലോറിയുടെ മുതലാളിമാർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണെന്നും ഡ്രൈവർമാർ പറയുന്നു. போர்டு இல்லாட்டா நாங்கள் வரும்போது போர்டு இல்லை. போர்டு இருந்தால் நாங்கள் வந்திருக்க மாட்டோம். எங்களுக்கு தெரியல, தெரியாமல் இந்த ரூட்டு வந்துட்ட. போர்டு அங்கே இல்லை, ஆல்ரெடி போர்டே இல்லை. ഹെവി വെഹിക്കിൾ നോ എൻട്രി ബോർഡ് ഇല്ല. ബോർഡില്ലാത്ത വഴി കൂടെ ഞങ്ങൾ ബോർഡില്ലാതനാல தான் நாங்கள் வந்து ബോർഡ് ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് പറയുന്നത്. ഞങ്ങൾ വരുമ്പോൾ ബോർഡൊന്നും ഇല്ല. ലൊക്കേഷൻ കണ്ട വഴിക്ക് ഞങ്ങൾ കയറി വന്നു. അൺടൈം കാട്ടി വന്നു. അതേസമയം പാതയിലെ വലിയ കയറ്റം ചുരുക്കേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ശോചനീയാവസ്ഥയിലായ ഈ പാതയുടെ ദുരവസ്ഥ ഒരു വാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ച് പരിഹരിക്കാൻ സാധിക്കില്ലെന്നും നഗരസഭയും MLAയും MP യും ഉൾപ്പെടെയുള്ളവർ ഇടപെടണമെന്നും വാർഡ് കൗൺസിലർ സിനി മനോജ് ആവശ്യപ്പെട്ടു. ഇവിടെ ഒരു അപകടം പതിയിരിക്കുന്നുണ്ട്. അത് ജനങ്ങൾക്ക് ദൂരെ നിൽക്കുന്ന വരുന്ന ആൾക്കാർക്ക് അറിയില്ല. അതിനെ അവിടെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു വലിയ ഒരു ബോർഡ്, ഈ ഒരു കരാറുകാരൻ ഓങ്ങല്ലൂർ റോഡ് അടയ്ക്കുമ്പോൾ, പട്ടാമ്പി റോഡ് അടയ്ക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അവിടെ അവരോട് പറഞ്ഞ് വലിയൊരു ബോർഡ് അവിടെ സ്ഥാപിക്കുക. അവിടെ ആ ആലുംചോട്ടിൽ 2 ഉദ്യോഗസ്ഥരെ നിർത്തുക. ഇത് മാത്രമാണ് ഇതിനൊരു പരിഹാരമുള്ളൂ. അല്ലെങ്കിൽ രാത്രിയിൽ മുഴുവൻ ഇങ്ങനെ വണ്ടികൾ വന്ന് ഇവിടെ പ്രദേശവാസികളുടെയും ഉറക്കം നഷ്ടപ്പെടുകയാണ്. കാരണം ഏതെങ്കിലും നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് വന്ന് കുടുങ്ങുന്നത്. അവർക്കൊരു വെള്ളത്തിനോ അല്ലെങ്കിൽ അവർക്കൊരു ടോയ്ലറ്റ് സൗകര്യമോ ഒന്നും ഈ പ്രദേശത്തില്ല. ഈ ഒരു 2ാം വാർഡിലൂടെ പോകുന്ന ഈ പ്രധാനപ്പെട്ട റോഡാണ് ഈ പരിഗണന, ഈ ഒരു അവഗണന നേരിടുന്നത്. വളരെയധികം പരിഗണന അർഹിക്കുന്ന ഒരു റോഡാണ്. ഇതൊരു ജനറൽ റോഡാണ്. ഒരിക്കലും ഒരു വാർഡിൻ്റെ റോഡ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ രാഷ്ട്രീയപരമായി തള്ളിക്കളഞ്ഞ് ഇതിലേക്ക് ഒരു ഫണ്ട് വെക്കാൻ വിസമ്മതിക്കുന്ന ഒരു സാഹചര്യം അല്ല ഇവിടെ ഉള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയ കണ്ണോടുകൂടെ ഇതിനെ കാണാതെ എല്ലാ MP യും MLA ഒക്കെ ഒരു സമഗ്രമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ റോഡിൻ്റെ ദുരവസ്ഥ അടിയന്തരമായിട്ട് പരിഹരിക്കണം എന്നാണ് ഈ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ന്യൂസ് സെന്റർ ഷൊർണൂർ.